ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എടുക്കാം. ഇന്ന് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്ന് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, ലെറ്റ്സ് സീ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള മെസ്സേജ് ഞാൻ തിരിച്ചാണ് പഠിച്ചത്. 3 of Cups, Queen of Wands, Wheel of Fortune. ഓക്കെ, ഇവിടെ ആക്ച്വലി ഒരു ടൈമിൻ്റെ ചേഞ്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സമയം മാറ്റം എന്ന രീതിക്ക്, അതായത് ലക്ക് നമ്മളുടെ ഭാഗത്ത് എന്ന രീതിക്കും പറയും. ഓക്കെ, ചില കർമ്മ ക്ലിയർ ആവുന്ന സമയമായിരിക്കാം. കാരണം ഇവിടെ എനിക്ക് സെലിബ്രേഷൻ ആൻഡ് ഒരു നിങ്ങൾ ചില ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള എൻജോയിങ്, ജസ്റ്റ് എവിടെയെങ്കിലും ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലൈക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന പോലെ. ഓക്കെ, അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന പോലെ. മേ ബി നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് വരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, ജോലി കിട്ടി അല്ലെങ്കിൽ whatever, അങ്ങനത്തെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യം നിങ്ങൾക്ക് ലൈഫിൽ വരുമ്പോൾ അത് നമ്മൾ ആഘോഷിക്കും അല്ലേ. അപ്പോൾ ആ രീതിക്കുള്ള ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ക്വീൻ ഓഫ് വാൻസ് വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. എന്തും നേരിടാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ധൈര്യം വന്ന പോലെ കഴിവുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. യെസ്, എനിക്ക് സാധിക്കും എന്ന ഒരു കോൺഫിഡൻസ് ഇവിടെ. അത് മാത്രമല്ല, ഈവൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ആൻഡ് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമെന്നുമാണ്. എൻ്റെ ഇവിടെ ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു സന്തോഷം വരുമെന്ന രീതിക്ക് എടുക്കാം. ബിക്കോസ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു നല്ല റിസൾട്ട്, ഒരു നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ്. സോ മെയിൻലി വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലക്ക് നമ്മളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെസ്സേജസ് ആയിട്ട് Ace of Wands ആണ്. ടവർ. ഓക്കെ, 8 of Wands. എന്തെങ്കിലും എൻഡിങ് വന്ന് കാണാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നടക്കാതെ പോയി കാണാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം, ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഐഡിയ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മേ ബി ചില തകർച്ചകൾ എനിക്ക് കാണുന്നുണ്ട്. എന്തോ ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയില്ല, ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ അത് നിന്നുപോയി എന്ന് പറയാം. ഓക്കെ, പെട്ടെന്നൊരു സ്റ്റക്കായി എന്ന രീതിക്കായിരിക്കാം. അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, ഒരു മേജർ തടസ്സം എന്തെങ്കിലും വന്നു. സോ നിങ്ങൾക്ക് ലൈക്ക് അത് തന്നെ നിങ്ങളൊന്ന് ടെൻഷനാക്കി കാണും. ഇനി ഇത് കാര്യങ്ങൾ നടക്കുമോ ഇല്ലേ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷൻ വന്ന് കാണും. ബട്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തടസ്സം വന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ അത് ആക്ച്വലി മാറി വരും എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഇത് ഒരു വണ്ടാണ്, ഒരു ഐഡിയയുടെ കാര്യമാണ്. ആക്ച്വലി ഇതെല്ലാം വോൺസ് ആണ് വന്നിരിക്കുന്നത്. കരിയറിൻ്റെ ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസിനെ കുറിച്ചായിരിക്കാം, ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം കൂടുതലും. ഈവൻ റിലേഷൻഷിപ്പിലെ കൂടി ഉണ്ടതിൽ ഇല്ല എന്നല്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും എടുക്കാം. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു എന്ന രീതിക്കും പറയാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ കൂടുതലും ഫോക്കസിങ് നിങ്ങളുടെ കരിയർ, ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ആയിട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസിനെ കുറിച്ച് ഒക്കെയാണ് കൂടുതലും പറയുന്നത്. സോ യെസ്, നിങ്ങൾ എന്തോ നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, പക്ഷെ അതിലൊരു തടസ്സം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ അഗെയിൻ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അഡ്വൈസ് എന്ന രീതിക്ക് പറയുകയാണെങ്കിൽ എന്താ അതിന് സ്റ്റെപ്സ് എടുക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ വേറെ ഡെക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന രീതിക്ക് ഞാൻ നോക്കാം. അത് എടുക്കാൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട്. എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, തടസ്സം വന്ന കാര്യം ഓക്കെ, അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും, ഫാസ്റ്റായിട്ട് നടക്കാൻ തുടങ്ങും. ഓക്കെ, ഒരു ചെറിയ ഡിലേ വന്നു എന്ന് മാത്രം, ഒരു ചെറിയൊരു പ്രശ്നം ഇടയിൽ വന്നു എന്ന് മാത്രം. പക്ഷെ അത് ഓവർകം ചെയ്ത് നിങ്ങളായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോകാൻ തുടങ്ങും എന്ന രീതി കൂടിയാണ്. സോ യെസ്, ഞാൻ പറഞ്ഞ പോലെ സമയം മാറി വന്നു. ഓക്കെ, ആ സമയത്തിൻ്റെ മാറ്റം കാരണമായിരിക്കാം നിങ്ങൾ തുടങ്ങി വെച്ചത് ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, അത് നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസിനെ നിങ്ങൾ പബ്ലിക് ആക്കണമെന്ന് ആലോചിച്ചു, അവിടെ എന്ത് കാര്യത്തിൽ നിങ്ങൾക്കൊരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഗ്രോത്ത് ആക്ച്വലി വളരെ ഫാസ്റ്റുമായിരിക്കും, പെട്ടെന്ന് നടക്കുമെന്ന രീതിക്കുമാണ്. ഇതൊരു ഐഡിയ, ഒരു ചെറിയൊരു ഐഡിയ, നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ചെറിയൊരു കാര്യം
അത് ഇനി ഡെവലപ്പ് ആവാൻ പോകുന്നു എന്ന രീതിക്കാണ്. ആൻഡ് അതിന് മേ ബി സപ്പോർട്ട് ഉണ്ടാവാം ആരുടെയെങ്കിലുമൊക്കെ. ഓക്കെ, മേ ബി ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പും ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുമാണ് കാണുന്നത്. ഓക്കെ, ഓവറോൾ മെസ്സേജ് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായി നിന്നത് ഇനി മുന്നോട്ട് ഒരു മാറ്റം വരുന്നു, സമയം മാറ്റം വരുന്നു, ആൻഡ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഫോർവേഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഈ തകർച്ച വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. ഇങ്ങനെ എന്തെങ്കിലും തടസ്സം വരുന്നു, അല്ലെങ്കിൽ ഒരു നമ്മൾ തുടങ്ങിയ കാര്യം നടക്കാതെ പോയി എന്നുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് എന്നുകൂടി ചിന്തിക്കാം. ഓക്കെ, ഒരിക്കലും അത് ഇങ്ങനെ പ്രശ്നം വന്നു എന്നുള്ള രീതിക്ക് എടുക്കണ്ട. ഓക്കെ, ആ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങളുടെ എന്തോ കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്, ഓക്കെ, അതിൽ ഒരു നമ്മളെന്തോ മാറ്റം വരുത്താനുണ്ട് എന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അവിടെ ആ സ്റ്റഡി ആയിട്ടല്ല നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയത്, അവിടെ എന്തോ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ട് എന്ന രീതിക്ക് അറിയാം. കാരണം ഇത് നമുക്ക് വീണ്ടും ഒരു അവസരമാണ്, റീബിൽഡ് ചെയ്യാനുള്ള അവസരം എന്നാണ് പറയുക. എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നാലും ശരി, അവിടെ എന്തോ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റി ചിന്തിക്കാനുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പ്രവർത്തിക്കാനുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, സോ അതൊരു അവസരമായിട്ട് കണക്കാക്കുക. എന്ത് തടസ്സം വന്നാലും എന്ത് വന്നാലും നമുക്കതൊരു അവസരമാണ്, പഠിക്കാനുള്ളൊരു അവസരമാണ്, മാറ്റാനുള്ളൊരു അവസരമാണെന്ന് വിചാരിക്കാം. ആൻഡ് വിസ്ഡം, act with wisdom and people will respect you. Okay, actually manifestation കാണുന്നുണ്ട്, പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്. പെർസ്പെക്റ്റീവ് ആൻഡ് ഇതും പറയാം. ഓക്കെ, വിസ്ഡം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ആ ക്വീൻ ഓഫ് വോൺസ് എനർജിയൊക്കെ പറഞ്ഞത്, ഈവൻ വോൺസ് ഇത് പഠിക്കൽ. ഓക്കെ, ഇത് കൂടുതലും പഠിപ്പ്, ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആക്ട് വിത്ത് വിസ്ഡം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു പഠിപ്പിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ വെറും ബുക്കിൻ്റെ പഠിപ്പിൻ്റെ ആ ഒരു അത് മാത്രം പോരാന്ന് പറയും അല്ലേ, ഒരു വിവേകം വേണം എന്ന് പറയും നമ്മൾ. ആ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യലാണ്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ചില അവസരങ്ങളിൽ നമ്മുടെ വെറുതെ ബുദ്ധി മാത്രം പോരാ, ഓക്കെ, അവിടെ വിവേകവും കൂടി പ്രവർത്തിക്കണം നമ്മളുടെ എന്ന രീതിക്കാണ്. ആൻഡ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഓക്കെ, അവിടെ നിങ്ങളത് തളരാതെ വീണ്ടും നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും എന്ന രീതിക്കായിരിക്കും. ആൻഡ് വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവുക. അതൊക്കെ മറ്റുള്ളവരെ ശരിക്കും നിങ്ങളെ റെസ്പെക്റ്റോടെ കാണും. അവർ മേ ബി നിങ്ങളുടെ അടുത്ത് വരെ അവർ ഹെൽപ്പിന് വരെ വരാനുള്ള ഒരു സാധ്യതയാണ്. ആക്ച്വലി അങ്ങനെ കാണുന്ന പോലെ ഉണ്ട് എനിക്ക്. ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഫോക്കസ് ഓൺ എ വിഷൻ ബിയോണ്ട് യുവർ സെൽഫ് ആൻഡ് യുവർ യൂണിക്കോൺ വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഗോള് മനസ്സിൽ തീരുമാനിക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ പക്ഷെ അത്രയും നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏഞ്ചൽസ്, നമ്മുടെ യൂണിവേഴ്സ്, നിങ്ങളെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് നിങ്ങളെ അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് പെർസ്പെക്റ്റീവ്, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതിനായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. പെർസ്പെക്റ്റീവ്, എക്സാമിൻ യുവർ സിറ്റുവേഷൻ ഫ്രം എ ഹയസ്റ്റ് പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അവിടെ തടസ്സം വന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്, നിങ്ങൾ എന്തെങ്കിലും മാറ്റി ചെയ്യാനുണ്ടോ, പ്രവർത്തിക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടൊന്ന് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഇത് ആരോ രണ്ടുപേര് തമ്മിലൊരു വഴക്കിടുന്ന പോലെയാണ്, പക്ഷെ ഇവിടെ ഒരു കോംപ്രമൈസ് വന്ന പോലെയും കാണിക്കുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് മേ ബി മറ്റുള്ളവരുടെ ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ എന്ന് മാത്രമല്ല, ഒരു സിറ്റുവേഷൻ്റെ തന്നെ പല ഭാഗങ്ങളുണ്ടാവും അല്ലേ, പല വശങ്ങളുണ്ടാവും. അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന രീതിയിലാണ് പറയുന്നത്. സോ അത് നിങ്ങളെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകാൻ. ആൻഡ് കോൾ ഇൻ ദ പ്യുവർ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഓക്കെ, ആ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ചുറ്റും. ഓക്കെ, അതായത് ഒരു പോസിറ്റിവിറ്റി എന്ന് എടുക്കാം. ഓക്കെ, ഒരു പോസിറ്റീവ് ഓറ എന്ന രീതിക്ക് എടുക്കാം നിങ്ങൾക്ക്. ആൻഡ് യൂണിവേഴ്സിൻ്റെ ഒരു എനർജി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് പറയാം. ഓക്കെ, കോൾ ഇൻ ദ വൈറ്റ് ലൈറ്റ്. ഓക്കെ, അതായത് നമ്മളുടെ ചുറ്റും ഒരു പ്രകാശം നമ്മൾ സങ്കല്പിക്കുക എപ്പോഴും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ യെസ്, ഓക്കെ, എന്തായാലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹെൽപ്പ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ മെസ്സേജ് അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു നിരാശപ്പെടരുത്. ഓക്കെ, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.